Hello my dear students, welcome back to Race. It's me Fasil. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ മോഡൽ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ ഇതാ ക്ലൗഡ് സർവീസിനെ കുറിച്ച്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ക്ലൗഡ് സർവീസുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്ലൗഡ് സർവീസ്, ക്ലൗഡ് നമ്മളിപ്പോൾ എല്ലാം കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാം ക്ലൗഡ് വഴി കിട്ടുന്നുണ്ട് അല്ലേ? ന്യൂ ടെക്നോളജി തന്നെയാണ് ക്ലൗഡ് എന്ന് പറയുന്നത്. സോ ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളെ കുറിച്ചാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. 3 സർവീസുകളാണ് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് SaaS, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, ആൻഡ് PaaS, എന്താ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, ആൻഡ് IaaS, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. സോ എന്താണ് ഈ 3 സർവീസുകളും എന്താണ് നമുക്ക് നോക്കാം. ഈ 3 സർവീസുകളും ഫസ്റ്റ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഇല്ലേ? ഇപ്പോൾ നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ടി വരും, വീഡിയോ എഡിറ്റ് ചെയ്യാൻ, അങ്ങനെ നമ്മൾ സാധാരണ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളത് യൂസ് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ ക്ലൗഡ് നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്നുള്ള നമ്മുടെ സർവീസ് മോഡലിലൂടെ സോഫ്റ്റ്വെയർസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആരാണോ ഈ ഒരു ക്ലൗഡ് ആക്സസ് ചെയ്തിട്ടുള്ളത്, അവർക്കാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, അവർക്കാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു സോഫ്റ്റ്വെയർസ് പ്രൊവൈഡ് ചെയ്യാം. സോ അവിടെ നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ മെമ്മറി വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് സോഫ്റ്റ്വെയറിൻ്റെ പർപ്പസുകളും ആ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്ത് തരും. സോ എക്സ്ട്രാ നമ്മൾ മെമ്മറി ഇൻസ്റ്റാൾ ചെയ്ത് മെമ്മറി കളയേണ്ട ഒരു ആവശ്യമില്ല. സോ ഏതൊക്കെയാണ് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾസ് നോക്കാം. ടുഡേ SaaS, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ഓഫേർഡ് ബൈ കമ്പനീസ് സച്ച് ആസ് അഡോബ് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അഡോബ് ഫോർ ഇറ്റ്സ് ഇമേജ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ക്രിയേറ്റീവ് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് 365 എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും, അതുപോലെ facebook.com സോഫ്റ്റ്വെയർ നമുക്ക് അതിന് എക്സാമ്പിൾസ് ആണ്. ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ വേർഡ്, എക്സലും, പവർ പോയിന്റ് ഒക്കെ ചെയ്യുന്നത് അതാണല്ലോ MS ഓഫീസ്. ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, എല്ലാം നമുക്ക് ക്ലൗഡ് വഴി കിട്ടും. അതുപോലെ നമ്മൾ ആ ഒരു ഡിവൈസ് തന്നെ തുറക്കണമെന്നില്ല. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഡിവൈസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഡിവൈസിൽ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്തു വെച്ച ബാക്കി യൂസ് ചെയ്യാം. സോ നമ്മളിപ്പോൾ ട്രഡീഷണലി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ക്ലൗഡ് വഴി നമുക്ക് ത്രൂ ഇന്റർനെറ്റ് വഴി നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ആൻഡ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, പ്ലാറ്റ്ഫോം ഇപ്പം നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം അല്ല അല്ലേ? സോ ഈ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞിട്ട് നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് പോകാമെന്ന് കരുതാം. സോ ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ക്ലയൻറ്റ് നമുക്കൊരു കൊട്ടേഷൻ തന്നു. എന്ത് കൊട്ടേഷനാണ് തന്നത്? ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനും വേണ്ടി ഒരു കൊട്ടേഷൻ തന്നു. സോ നേരത്തെ നമ്മൾ പറഞ്ഞ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയർ വേണ്ടേ? സോ അതാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. സോ ആ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുക, അത് റൺ ചെയ്യുക, അതിൽ എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും വേണ്ടി ടെസ്റ്റ് ചെയ്യുക, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർസ് വേണം. സോ ആ ടൈപ്പ് സോഫ്റ്റ്വെയർസ് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ +2 കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് അധികം ഫിനാൻഷ്യലി നമ്മൾ സെറ്റപ്പ് ഒന്നും അല്ല. സോ ഈ വക സോഫ്റ്റ്വെയറുകളൊക്കെ ക്യാഷ് കൊടുത്ത് അത്രയും സെക്യൂരിറ്റി ഉള്ള, അത്രയും പവർഫുൾ ആയിട്ട് സോഫ്റ്റ്വെയർസ് ആയിരിക്കും. സോ ഇതൊക്കെ ക്യാഷ് കൊടുത്ത് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിച്ച് നമ്മൾ പുതിയ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സോഫ്റ്റ്വെയർ സെയിൽ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കി ഈ ഒരു നമ്മൾ വാങ്ങിയ ക്യാഷ്, അതായത് നമ്മൾ മുടക്കിയ പൈസ കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ കുറേ കാലം പിടിക്കും അല്ലേ? സോ അത്രയ്ക്കും പൈസ ചെലവായിട്ടുള്ള കാര്യമാണ്. സോ അതൊന്നും ഇനി വേണ്ട. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. സോ ക്ലൗഡ് സബ്സ്ക്രൈബ് ചെയ്ത ക്ലൗഡിൻ്റെ സർവീസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ഇതുപോലുള്ള സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സച്ച് ആസ് ദ PaaS, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് പ്രൊവൈഡ് ഓഫറിംഗ് predefined combination of OS application servers and such as LAMP എന്താ? Linux, Apache, MySQL, PHP നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ
ASP.NET, PHP, പൈത്തൺ എക്സെട്ര ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ നമ്മൾ കോഡ് എഴുതിയിട്ട് അത് റൺ ചെയ്യാനും അത് സ്റ്റിമുലേറ്റ് ചെയ്യാനും, അതായത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് പ്രീ ചെക്ക് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർസും ഇപ്പോൾ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് വഴി നമുക്ക് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഗൂഗിൾസ് ആപ്പ് എൻജിൻ ആൻഡ് മൈക്രോസോഫ്റ്റ് SEO, force.com etc. some PAS examples ആണ്. സോ ഇത് എഴുതി വെക്കണം. ആൻഡ് നെക്സ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, IaaS, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ക്ലാസ് എടുക്കുന്നു, ഇവിടെ ക്യാമറ വേണം, നെറ്റ് വേണം, ഐപാഡ് ഉണ്ട്, അതുപോലെ ലൈറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. ഇപ്പം നമ്മുടെ ക്ലാസ് റൂമിലാണെങ്കിലോ ബെഞ്ച്, ഡെസ്ക്, അതായത് ക്ലാസ് എടുക്കാനും വേണ്ടി നമുക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെയല്ലേ നമ്മൾ പറയാം. അതുപോലെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ നമുക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ അത് ഏതൊക്കെയായിരിക്കും? പ്രൊവൈഡ് ദ ബേസിക് സ്റ്റോറേജ് കപ്പാസിറ്റി, കമ്പ്യൂട്ടിംഗ് capabilities, കമ്പ്യൂട്ടറിന് വേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. സോ ആ വക കാര്യങ്ങൾ, അതുപോലെ പ്രോസസ്സർ സ്പീഡ് കൂട്ടാനുള്ള കാര്യങ്ങൾ, നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഈ സാധനങ്ങളൊക്കെ ക്ലൗഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാണ്. സോ അതാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. സോ നമ്മുടെ സാധാരണ ഒരു സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഹൈ കപ്പാസിറ്റി ഉള്ള സിസ്റ്റം വർക്ക് ചെയ്യുന്ന അതേ പ്രോസസ്സുകൾ ഇപ്പോൾ നമുക്ക് സാധാരണ സിസ്റ്റം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? അത്രക്കും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോസസ്സറൊക്കെ ഹൈ പ്രോസസ്സറായിട്ട് വർക്ക് ചെയ്യുന്ന പല കമ്പ്യൂട്ടേഴ്സും ഇല്ലേ. സോ അതൊക്കെ നമുക്ക് സാധാരണ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അത് നമ്മളെ സഹായിക്കുന്നത് ത്രൂ ഇന്റർനെറ്റ് വഴി നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ക്ലൗഡ് നമുക്ക് IaaS, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്നുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ പോസിബിൾ ആണ്. ഓക്കെ, സോ സം കോമൺ എക്സാമ്പിൾസ് Amazon Web Server and Joint and ATC and GoGrid, ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. സോ അതുപോലെ നമുക്ക് ഡാറ്റാ സെന്റർ, we know that ഡാറ്റാ സെന്റർ എന്താ? സെർവേഴ്സ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ആണ് ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത്. സോ അവിടെയുള്ള സ്പേസ് കിട്ടുക, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ നമുക്ക് ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതാണ് എന്താ? IaaS. സോ ഇത് മൂന്നുമാണ് നമ്മുടെ ക്ലൗഡിന്റെ സർവീസുകൾ. ദെൻ ഏതൊക്കെയാണ്? സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആൻഡ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.